ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നല്ലൊരു ആവോലി മപ്പാസാണ് വയ്ക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് ആവോലി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ഒരു സ്പൂൺ വിനാഗിരിയിൽ കുഴച്ച് നമ്മൾ ആവോലി കഷ്ണങ്ങളിലേക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ റെഡിയാക്കി വെക്കാം. ഒരു പിടി ചെറിയുള്ളി, ഒരു സവാള, കുറച്ച് പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുക്കുന്നത്. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആവോലി നമ്മൾ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് വെച്ച് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സ്പൂൺ കുരുമുളക്, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു 3-4 കഷ്ണം പട്ട ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അരമുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് 1-ാം പാൽ കട്ടിയായിട്ടും 2-ാം പാൽ അല്പം ലൂസായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം മസാലയുമായി ചേർന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി എടുത്ത് അതിന് സ്ലൈസസ് ആക്കി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ആവോലി ഓരോന്നായിട്ട് നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ വാളംപുളിയോ കുടംപുളിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ആവോലി മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച 1 സ്പൂൺ വിനാഗിരിയും പിന്നെ ഗ്രേവി തിളയ്ക്കുമ്പോൾ നമ്മൾ ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തത് മാത്രമാണ് പുളിക്കായിട്ട് ഈ കറിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആവോലി ഇട്ട കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ചട്ടി നന്നായി ഒന്ന് കറക്കി ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്ത ആവോലി ആയതുകൊണ്ട് തന്നെ കറിയിലിട്ട് ഒരു 5-6 മിനിറ്റ് ആവുമ്പോഴേക്കും തന്നെ കറി റെഡി ആയിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഗാർണിഷിങ്ങിനായി ഞാനൊരു 3-4 കഷ്ണം തക്കാളി പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചട്ടി ഒന്ന് കറക്കി അടച്ചു വെച്ചേക്കാം. നമ്മുടെ ആവോലി മപ്പാസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങ പാൽ ചേർത്തതോ തേങ്ങ അരച്ചതോ ആയ മീൻകറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് വിളമ്പുന്നതായിരിക്കും രുചികരം. അപ്പോഴാണ് ഈ കറികളിലെ തേങ്ങാപ്പാലും തേങ്ങ അരച്ചതും പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് സെറ്റാവുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.